ഹലോ ഗൈസ്, നമുക്കൊന്നൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ? അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ വന്നത്. അപ്പോൾ ഉച്ചക്കത്തേക്ക് നമുക്ക് വെള്ളരി മോരൊഴിച്ച് കറി വെക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാണ് ഞാൻ. എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മളെ പണി കഴിയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ വലിയ ബോറടിക്കില്ല. ഇതാണ് നമ്മളെ വർക്ക് ഏരിയ. കബോർഡ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണിപ്പോൾ ഗ്യാസൊക്കെ വെച്ചത്. ഇവിടെ നിന്നാണ് കുക്കിംഗ് പരിപാടികൾ. പിന്നെ ഞാനും അമ്മയും കൂടി അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ കഥ പറയുന്നുണ്ട്. അമ്മ അരിക്ക് വെള്ളം ഇടാൻ തോന്നുന്നു. ഞാനിതാ വെള്ളരി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു പണിയെടുക്കാറില്ല. ഫുൾ അമ്മയാണ് എടുക്കുക. വരിക, കൈ കഴുകുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയായിരുന്നു പരിപാടി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കുറച്ചിങ്ങനെ പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയത്. കറിയൊക്കെ ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി മോരാട്ടോ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്മമ്മ ഉണ്ടാക്കുന്ന മോരാണ്. നല്ല മോരാണ്, നല്ല ടേസ്റ്റ്. നമ്മളെപ്പോഴും അവിടെ നിന്നാണ് വാങ്ങാറ്. ഇന്നലെ വാങ്ങിയ മോര് ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട്. അപ്പോൾ അത് കറിയിലേക്ക് എടുത്തിട്ട് ബാക്കി നമുക്കല്ലാതെ എടുക്കാൻ വിചാരിച്ചു. ഞാൻ തിളച്ചുകൊണ്ട് അരി അടുപ്പത്തിടാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഞാനിവിടുന്ന് ചോറ് വെക്കുന്നത് വളരെ കുറവാണ്. പിന്നെ ഇതാ അമ്മ ഇവിടെ ഇല്ല ഗൈസ്. അമ്മ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനാണിപ്പോൾ ചോറ് വെക്കുന്നത്. അരി ഇടണം. ഞാൻ നല്ല കെയർഫുള്ളായിട്ട് കേട്ടോ അരിയൊക്കെ ഇടുന്ന. കാരണം എന്തെങ്കിലും വെള്ളം കൈമലെങ്ങാൻ തെറിച്ചാലോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അരി ഇട്ടു ഗൈസ്. ഇത് വാർക്കാൻ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ വരണേന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ അരി ഇട്ടു ഗൈസ്. അത് കഴിഞ്ഞ് അത് ചിക്കൻ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട പരിപാടി നോക്കാം. ഇവിടെ എത്ര പാത്രം ഉണ്ടായിരുന്നു. എനിക്ക് ഈ പാത്രത്തിൽ വെച്ചാലേ സമാധാനം കിട്ടുള്ളൂ. എനിക്ക് അമ്മേനോട് ചീത്ത വെക്കൊന്നിട്ട് എന്തിനാണ് ഈ പാത്രത്തിൽ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. എങ്കിലും എനിക്കിതിൽ വെച്ചാൽ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ. അമ്മ ഇതാ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നിങ്ങളെന്താണ് നിങ്ങളൊക്കെ അച്ഛൻ്റെ പെങ്ങന്മാരെ വിളിക്കൽ? ഞാൻ ആൻറ്റി എന്നാട്ടോ വിളിക്കൽ. ചില സ്ഥലത്ത് അമ്മായി, ഓപ്പോള്, അങ്ങനെ പലതും വിളിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങളെന്താ വിളിക്കലെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് അമ്മേൻ്റെ ചെടി കേട്ടോ. തൊട്ടപ്പം ഫുള്ള് താഴെ വീണു. അപ്പം തന്നെ എനിക്ക് അടി കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷേ കാര്യമായിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മ പോയി ഗൈസ്. ഞാനും സുന്ദരനും മാത്രമായി. ആ വാതിലൊക്കെ നല്ല സേഫായിട്ട് അടയ്ക്കാണ്. ഇനി ഓല് വരുമ്പം തുറക്കാൻ വെച്ചിട്ട്. അങ്ങനെ ഇതാ എൻ്റെ ചിക്കൻ ഫ്രൈ ഇതായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ട് എന്തായി അവസ്ഥ എന്ന്. അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ട് അരി നോക്കണേന്ന് പറഞ്ഞിട്ട്. അരി വെന്തിട്ടൊന്നുമില്ല. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ വിചാരിച്ച്. കണ്ടിട്ട് എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ടേസ്റ്റുള്ള പോലെ തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അടച്ച് വെച്ച് നല്ല സേഫായിട്ട് കറിയും ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് എടുത്ത് വെച്ചു. ഇനി എൻ്റെ അരിൻ്റെ കാര്യം നോക്കണം ഗൈസ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം പോയി കിടന്നു. ഇത് ഞാനുണ്ടാക്കിയ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ.
കുറച്ച് കഴിഞ്ഞപ്പോൾ ജിത്തോടെ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചായ അടിച്ചു. ഇത് അച്ചമ്മ വരുമ്പോൾ എനിക്ക് കൊണ്ടുതന്ന ക്ലിപ്പാണ്. അച്ചമ്മേൻ്റെ അനിയത്തി കൊടുത്തു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇപ്പം നേരത്തൊക്കെ നല്ലൊരു മഴക്കാറായിരുന്നു. ഇപ്പോൾ അതാ നല്ല വെയിലാണ് ഗൈസ്. മഴ പെയ്യണം. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ ഇതാ കുളിക്കൊക്കെ ചെയ്തു. പിന്നെ ഇതാ മുറ്റത്തേക്ക് വന്ന് നോക്കുമ്പോൾ ചക്കയൊക്കെ അപ്പടി നിലത്ത് വീണെടുക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് ഞാൻ കുഴിച്ചിട്ട റോസാപ്പൂവാണ്. ഇതിൽ ഫസ്റ്റ് പൂ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗിയില്ല, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. നല്ല വെയിലാണ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോവാണ് ഗൈസ് നമ്മൾ. ബാക്കി വീഡിയോസ് ഞാൻ അവിടെ നിന്ന് എടുക്കാം. പിന്നെ നമ്മൾ സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് കുറിയൊക്കെ കിട്ടി. നമ്മളിതാ പുറത്തേക്ക് വന്നു. ഇനി ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് നേരം അമ്പലത്തിൽ ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ഇതൊക്കെ അമ്പലത്തിൻ്റെ സൈഡിലുള്ള പീടിയാട്ടോ. നല്ല രസമാണ് ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിട്ട് ഇരിക്കാൻ. ഇത് അവിടെ ഇരിക്കുന്ന പ്ലേസാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയാണ്. ഇവിടേക്ക് ഇരിക്കാൻ നല്ല രസമാണ്. ഇനിയിപ്പോൾ ഉത്സവമാകുമ്പോൾ അവിടെയൊക്കെ ഫുൾ തിരക്കായിരിക്കും. കാല് വെക്കാൻ പോലും ഇടം ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ പൂളയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്ക് രാത്രി ഇന്ന് പൂള ഉണ്ടാക്കാന്നുള്ള പ്ലാനിലാണ് തിരിച്ച് പോകുന്നത്. നമ്മളെ പുതിയ ബൈപ്പാസ്സാണ് കേട്ടോ. നല്ല രസമാണ് ഇതിലെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ വീട്ടിൽ വന്ന പാട് തന്നെ വിളക്കൊക്കെ കത്തിച്ചു. വിളക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതാ പൂള ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ പൂള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. മുളകിട്ട ചമ്മന്തിയൊക്കെ അതിനകത്തിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. കുറച്ച് നത്തലുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തു. പിന്നെ ഒരു തക്കാളിക്കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ചോറും ഉണ്ട്, ഒരു പച്ചക്കറിയും ഉണ്ട്. ഫുഡൊക്കെ ആയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ ഫുഡൊക്കെ കഴിക്കുകയാണ് ഗൈസ്. നല്ല പൂളയും പപ്പടവും മോരും നത്തല ഫ്രൈയും കൂട്ടി നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സൺഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.